കേന്ദ്രമന്ത്രി വാഗ്ദാനവുമായി തൃശൂരിൽ ബി.ജെ.പി. ചുവരെഴുത്ത് തുടങ്ങി. മണലൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. തൃശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് ചുവരെഴുത്ത്. തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാന പ്രചാരണായുധമാണ് കേന്ദ്രമന്ത്രി പദം. ജയ്സൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് അംഗം ചൂടേറുക തന്നെയാണ്. അതിനിടയിലാണ് ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി നേരത്തെ തന്നെ ചുവരെഴുത്തുകൾ തുടങ്ങിക്കഴിയുന്നു. ഇപ്പോൾ അതിൽ ഒരു പടി കടന്ന് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രി എന്നതാണ് ഇപ്പോൾ ബി.ജെ.പി. നൽകുന്ന ഉറപ്പ്. അത് മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് ഇപ്പോൾ ചുവരെഴുത്തിൽ കാണുന്നത്. തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി, മോദിയുടെ ഗ്യാരണ്ടി എന്നതാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചരണ വിഷയമാക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കുന്ന ചുവരെഴുത്താണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ മണലൂർ മണ്ഡലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രധാനമായി ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരോട് ചോദിക്കാം, ഇത്തരത്തിലൊരു കേന്ദ്രമന്ത്രി എന്ന ഒരു ഉറപ്പ് എങ്ങനെയാണ് നിങ്ങൾ കൊടുക്കാൻ പറ്റുക? അതായത് കഴിഞ്ഞ പ്രാവശ്യം മോദിജി വന്നപ്പോൾ ഇവിടെ ജനങ്ങളോട് പറഞ്ഞുള്ളതാണ്, ഇവിടുന്ന് ഒരു ലോകസഭ ഒരു എൽ.പിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കേന്ദ്രമന്ത്രിനെ ഇവിടെ തന്നിരിക്കും എന്നുള്ള രീതിയിൽ കൂടെ മോദിജിയുടെ ഗ്യാരണ്ടിയാണ് കൊടുത്തുള്ളത് ജനങ്ങൾക്ക്. ഇപ്പം ജയിക്കുമെന്ന് ഉറപ്പാണ്. ഇപ്പൊ പല ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് പല മേഖലയിൽ നിന്നുള്ള ജനങ്ങൾ ഇപ്പം പാർട്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു കഴിഞ്ഞ 9 തീയതി സുരേഷ് ഗോപി ഇവിടെ വന്നിരുന്നു. ഒരു 250 ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടതും അല്ലാത്തതുമായ കണ്ടമാനം ജനങ്ങളാണ് മോദിജിയുടെ മെമ്പർഷിപ്പ്, നമ്മുടെ ഈ ബി.ജെ.പിയുടെ മെമ്പർഷിപ്പ് കൊടുത്ത് അത് സുരേഷ് ഗോപി തന്നെയാണ് ഷാളിട്ട് സ്വീകരിച്ചത്. തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അതിനൊക്കെ മറികടന്ന് ന്യൂനപക്ഷ വോട്ടുകളും കൂടിയും ലഭിക്കാനായിട്ടുള്ള ഒരു കാരണം എന്താ നിങ്ങൾ കാണുന്നത്? കാരണം ഈ മോദിജിയുടെ ന്യൂനപക്ഷങ്ങളോടുള്ള അനുഭാവം, മോദിജിയുടെ വാഗ്ദാനങ്ങൾ, അപ്പം ഇപ്പം നമുക്ക് പത്രമാധ്യമങ്ങളെ എടുത്താൽ കാണാം, നമുക്ക് മൊത്തത്തിൽ ജനങ്ങളിൽ ഈ ന്യൂനപക്ഷങ്ങളിൽ നിന്നൊരു ഒഴുക്കാണ് ഇങ്ങോട്ട്. ഈ സുരേഷ് ഗോപി പള്ളിയിൽ പോയിട്ട് കിരീടം വയ്ക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ, ഇതൊക്കെ വോട്ടാവാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും വോട്ടാവാൻ സാഹചര്യമുണ്ട് ഞങ്ങൾക്ക്. അതൊരു 100% ആയില്ലെങ്കിൽ ഒരു 50% എങ്കിലും ഞങ്ങൾക്ക് വോട്ടായി കിട്ടും. അത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രി ഉറപ്പാണ്? തീർച്ചയായിട്ടും. ക്യാബിനറ്റ് മന്ത്രിയാവോ? അതൊന്നും ഉറപ്പ്, കേന്ദ്രമന്ത്രിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മുന്നോട്ട് വയ്ക്കുന്നത് കേന്ദ്രമന്ത്രി എന്ന ഒരു വാഗ്ദാനം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങുമ്പോൾ തന്നെ അവസാന ഘട്ടം വരെ ഏത് പ്രചരണമാണ് മുന്നിട്ട് നിൽക്കുക എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചുവരെഴുത്തുകൾ. വീഡിയോ ജേർണലിസ്റ്റ് ബിജീഷിനൊപ്പം റിപ്പോർട്ടർ ജെയ്സൺ, ഇൻ റിപ്പോർട്ടർ, തൃശ്ശൂർ.